Good morning. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അരീനിയസ് തിയറി ഓഫ് ഇലക്ട്രോലൈറ്റിക് ഡിസോസിയേഷൻ പഠിച്ചു. അത് നമ്മൾ പ്രധാനമായിട്ടും വീക്ക് ഇലക്ട്രോലൈറ്റ്സിന് ഒബേ ചെയ്യുന്ന ഒരു തിയറി ഓഫ് അയണൈസേഷനാണ് ഇത്, അരീനിയസ് തിയറി ഓഫ് അയണൈസേഷൻ. അതായിട്ട് നമ്മൾ അതിന് ഡിറൈവ് ചെയ്യുന്ന ഓസ്റ്റ്വാൾഡ് ഡയലൂഷൻ, അരീനിയസ് തിയറി ബേസ് ചെയ്ത് ഡിറൈവ് ചെയ്ത ഓസ്റ്റ്വാൾഡ് ഡയലൂഷൻ ലോയും നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റുമായി റിലേറ്റ് ചെയ്ത ഒരു ഇമ്പോർട്ടൻറ്റ് തിയറിയാണ്. അതിന് ഡച്ച് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഡിബേ എന്നുള്ള സയൻറ്റിസ്റ്റും ജർമ്മൻ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഹക്കൽ, അദ്ദേഹം കൂടി രണ്ടുപേരും കൂടി പ്രപ്പോസ് ചെയ്ത തിയറിയാണ് ഇത്, ഡിബേ ഹക്കൽ തിയറി ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. ഈ തിയറി എന്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കാര്യത്തിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കണ്ടക്റ്റൻസ് സാറ്റിസ്ഫാക്ടറിലി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ തിയറിക്ക് പറ്റിയിട്ടുണ്ട്. ദിസ് ക്യാൻ satisfactorily explain why strong electrolytes are conducting at even concentrated solution. ഇക്കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയിട്ടുണ്ട്? ഡിബേ ഹക്കൽ തിയറിക്ക് പറ്റിയിട്ടുണ്ട്. മനസ്സിലായോ? ഇനി നമുക്ക് ആ തിയറി എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം. In 1923 the Dutch chemist Peter Debye and German physicist Haeckel proposed a theory which explains the conductance behavior of strong electrolytes സാറ്റിസ്ഫാക്ടറിലി. ഈ തിയറിക്ക് പ്രധാനമായിട്ടും 5 പ്രധാനപ്പെട്ട പോയിന്റുകളാണുള്ളത്. മനസ്സിലായില്ലേ? ഈ തിയറിയെ നമ്മൾ വേറൊരു പേരിൽ അറിയപ്പെടാറുണ്ട്, ഡിബേ ഹക്കൽ തിയറി ഓഫ് ഇൻട്ര അയണിക് അട്രാക്ഷൻ. ഈ തിയറി പറയുന്ന വേറൊരു പേരാണ് എന്ത്? ഡിബേ ഹക്കൽ തിയറി ഓഫ് ഇൻട്ര അയണിക് അട്രാക്ഷൻ, തിയറി ഓഫ് ഇന്റർ അയണിക് അട്രാക്ഷൻ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ തിയറിക്ക് പ്രധാനമായിട്ടും 5 പോയിന്റ്സ് ആണ് പറയുന്നത്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനമായിട്ടും 5 പോയിന്റുകളാണ് പറയുന്നത്. ആ പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്യുന്നത് എന്താണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിലാണ്, അല്ലെങ്കിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലാണ് ഈ തിയറി പറയുന്നത്. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സും എന്താണ്, അയോണുകളായിട്ടാണ് എല്ലാ സ്റ്റേറ്റിലും കാണപ്പെടുന്നത്. എല്ലാ സോളിഡ് ഇലക്ട്രോലൈറ്റ്സും, പ്രത്യേകിച്ച് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ സോളിഡ് സ്റ്റേറ്റിൽ പോലും അതെന്തായിട്ടാണ് കാണുന്നത്? അയോണുകളായിട്ടാണ് കാണുന്നത്. അപ്പം ഈവൻ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ സോളിഡ് സ്റ്റേറ്റാണ് നമ്മൾ എടുത്ത് വെച്ചോളൂ, അതിൽ പോലും ആ ഇലക്ട്രോലൈറ്റ് എങ്ങനെയായിട്ട് കാണുന്നത്? അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ടാണ് കാണുന്നത്. അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ സോൾഡ് സ്റ്റേറ്റിൽ അവയ്ക്ക് മൂവ്മെൻ്റ് ഇല്ല. അതുകൊണ്ട് അവ എന്ത് ചെയ്യുന്നില്ല? സോൾഡ് സ്റ്റേറ്റിൽ അവ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല. ഈവൻ ഇൻ ദ സോൾഡ് സ്റ്റേറ്റ് ദ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആർ ഡിസോസിയേറ്റഡ് ഇൻ ടു അയോൺസ് ബട്ട് ദേ കനോട്ട് മൂവ്, ഹെൻസ് ദേ ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. മൂവ്മെൻറ്റ് ഉണ്ടായാലല്ലേ, ചാർജിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കറണ്ട് കണ്ടക്ട് ചെയ്യുള്ളൂ. പക്ഷേ സോൾഡ് സ്റ്റേറ്റിൽ അവ എന്ത് ചെയ്യുന്നില്ല? അയോൺസ് മൂവ് ചെയ്യുന്നില്ല, അതുകൊണ്ട് കറണ്ട് കണ്ടക്ട് ചെയ്യുന്നില്ല. അതാണ് ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. എന്താണ്? ആൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആർ കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ഈവൻ ഇൻ ദ സോൾഡ് സ്റ്റേറ്റ്. ഹവർ ദ അയോൺസ് ആർ നോട്ട് മൊബൈൽ ഇൻ ദി സ്റ്റേറ്റ് ആൻഡ് ഹെൻസ് കനോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അതാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. ആൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്താ പറയുന്നത്? എല്ലാ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സും all strong electrolytes are dissociated into ions even in solid state. പക്ഷെ എന്താണ്? however the ions are not mobile. ആ ions എന്തല്ല? മൊബൈൽ അല്ല. however the ions are not mobile in the solid state, hence they cannot conduct electricity. അപ്പോൾ പക്ഷേ നോട്ട് മൊബൈൽ ആണ്, നോട്ട് മൊബൈൽ. അപ്പോൾ മൊബൈൽ അല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? ദേ ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. സോൾഡ് സ്റ്റേറ്റിൽ കേട്ടോ, ദേ ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അതാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് നമ്മൾ ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്ത് വിചാരിക്കുക. അപ്പോൾ അയോൺസ് എന്ത് ചെയ്യും? മൊബൈലാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതെന്ത് ചെയ്യും? കറണ്ട് കണ്ടക്ട് ചെയ്യും. അതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. വെൻ ഡിസോൾവ്ഡ് ഇൻ solvent,
ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. എന്തുകൊണ്ടാണ്? ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി എന്തുകൊണ്ടാണ്? ദ അയോൺസ് ബിക്കെയിം മൊബൈൽ. ഹെൻസ് ബിക്കോസ് ദ അയോൺസ് ബിക്കെയിം മൊബൈൽ. ദ അയോൺസ് ബിക്കെയിം മൊബൈൽ. ഇതാണ് എന്ത് പറയുന്നത്? രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇവ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടല്ലോ. ഈ നമുക്കറിയാം ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിൽ ഇപ്പോൾ സൊല്യൂഷൻ സ്റ്റേറ്റിലായാലും സോളിഡ് സ്റ്റേറ്റിലായാലും അയോൺസ് ആയിട്ട് കാണുന്നുണ്ട്. സൊല്യൂഷൻ സ്റ്റേറ്റിലാകുമ്പോൾ മൊബൈലാവും. അപ്പോൾ ഈ ഇങ്ങനെ മൂവ് ചെയ്യുന്ന അയോൺ ഉണ്ടല്ലോ, അതിൻ്റെ മൂവ്മെൻറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ സൊല്യൂഷനിലുള്ള ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് ചാർജിലുള്ള അയോൺസ് തമ്മിലുള്ള അട്രാക്ഷൻ ഈ അയോൺസിൻ്റെ മൊബിലിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യും. എത്രത്തോളം മൊബൈലാണ് അയോൺസ് ഉള്ളതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്താണ്? ദ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ അയോൺസ് ഓഫ് ഓപ്പോസിറ്റ് ചാർജസ് ഡിറ്റർമൈൻസ് ദ മൊബൈലിറ്റി ഓഫ് ദി അയോൺസ് ഇൻ സൊല്യൂഷൻ. അതാണ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. എന്താണ്? ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഏതൊക്കെ തമ്മിലാണ്? ബിറ്റ്വീൻ the oppositely charged ions. Between the oppositely charged ions determines the mobility of the ions. Determine the mobility of the ions. ഇതാണ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നത്, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൂന്നാമത്തെ പോസ്റ്റുലേറ്റ്സ് അല്ലെങ്കിൽ മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെന്താ പറയുന്നത്? മൊബിലിറ്റി ഓഫ് അയോൺസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ് ആണ്. ഇനി ഈ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടല്ലോ ബിറ്റ്വീൻ ദ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ്, അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന വേറെ ചില ഫാക്ടറുകളും കൂടിയുണ്ട്. ഈ എത്രത്തോളം ഈ ഓപ്പോസിറ്റ്ലി ചാർജുള്ള അയോൺസ് അട്രാക്റ്റ് ചെയ്യും എന്നുള്ളതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന വേറെ ചില ഫാക്ടേഴ്സ് കൂടിയുണ്ട്. അതേതൊക്കെയാണ്? അത് പ്രധാനമായിട്ട് 2 എഫക്ട്സുകളാണ് നമ്മൾ പറയുന്നത്. അതാണ് ഒന്ന് റിലാക്സേഷൻ ഇഫക്റ്റും രണ്ടാമത്തത് ഇലക്ട്രോഫോററ്റിക് എഫക്റ്റും. അപ്പോൾ മൂന്നാമത്തെ പോയിന്റിലായിട്ട് വരുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, റിലാക്സേഷൻ ഇഫക്റ്റ് ആൻഡ് electrophoretic effect. അപ്പോൾ എന്താ പറഞ്ഞത്? The attractive force between ions of opposite charge determine the mobility of the ions in the solution. How this intrionic attraction affects the mobility of ions in solution can be considered or can be explained in terms of 2 effects called relaxation effect and electrophoretic effect. നമ്മൾ പറഞ്ഞ ഈ മൊബിലിറ്റി മൊബിലിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്ത്? അട്രാക്റ്റീവ് ഫോഴ്സ്. അയോൺസ് തമ്മിലുള്ള ഓപ്പോസിറ്റ്ലി ചാർജ് അയോൺസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ ഇതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ്, അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് പ്രധാനമായിട്ടും 2 എഫക്ട്സ് യൂസ് ചെയ്യുന്നത്, റിലാക്സേഷൻ ഇഫക്റ്റും ഇലക്ട്രോഫോററ്റിക് എഫക്റ്റും. മനസ്സിലായോ? The effect of the intrionic attraction effects on the mobility of the ions in solution can be considered in terms of 2 effects called relaxation effect and electrophoretic effect. അപ്പോൾ ഈ 2 ഇഫക്റ്റും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ടേമും നിങ്ങൾ മറന്നു പോകരുത്. ഏതൊക്കെയാണ്? റിലാക്സേഷൻ ഇഫക്റ്റും ഇലക്ട്രോഫോററ്റിക് എഫക്റ്റും. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് റിലാക്സേഷൻ ഇഫക്റ്റ് നോക്കാം. എന്താണ് റിലാക്സേഷൻ ഇഫക്റ്റ്? ഇതിന് തന്നെയാണ് നമ്മൾ പറയുന്നത് അസിമെട്രിക് എഫക്റ്റ് എന്നും പറയാറുണ്ട്. എന്താണ്? അസിമെട്രിക് ഇഫക്റ്റ് എന്ന് പറയാറുണ്ട്. അസിമെട്രിക് ഇഫക്റ്റ് എന്ന് പറയാറുണ്ട്. അതല്ലെങ്കിൽ പറയാം ഇതിനെ കൺസെപ്റ്റ് ഓഫ് അയണിക് അറ്റ്മോസ്ഫിയർ എന്നും പറയാറുണ്ട്. കൺസെപ്റ്റ് ഓഫ് അയണിക് അറ്റ്മോസ്ഫിയർ. അപ്പോൾ
റിലാക്സേഷൻ ഇഫക്റ്റ് അല്ലെങ്കിൽ അസിമെട്രിക് ഇഫക്റ്റ് അതല്ലെങ്കിൽ എന്താ ഇതിനെ പറയുന്നത് ദ കൺസെപ്റ്റ് ഓഫ് അയണിക് അറ്റ്മോസ്ഫിയർ. ഈ ഒരു ഇഫക്റ്റ് ഉപയോഗിച്ചിട്ടും പിന്നെ ഇലക്ട്രോഫോററ്റിക് എഫക്റ്റ് എന്നുള്ള ഒരു ഇഫക്റ്റ് ഉപയോഗിച്ചിട്ടും നമുക്ക് പറയാം എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഓപ്പോസിറ്റ്ലി ചാർജുള്ള അയോൺസ് അട്രാക്റ്റ് ചെയ്യുന്നത് കൂടുന്നതും കുറയുന്നതും നമുക്ക് പറയാം. അങ്ങനെ അവ അട്രാക്ഷൻ കൂടും കുറയുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ആ അയോൺസിൻ്റെ മൊബിലിറ്റിയിൽ വ്യത്യാസം വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ എന്ത് വ്യത്യാസം വരും, അവയുടെ മോളർ കണ്ടക്ടൻസിനും വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ എന്താണ് റിലാക്സേഷൻ ഇഫക്റ്റ് അല്ലെങ്കിൽ അസിമെട്രിക് ഇഫക്റ്റ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കൂ, നമുക്കറിയാം ഒരു സൊല്യൂഷനിൽ സാധാരണയായിട്ട് നമുക്ക് 2 ചാർജുള്ള അയോൺ, ഒരു നെഗറ്റീവ് ചാർജുള്ള അയോണും ഉണ്ടായിരിക്കും, ഒരു പോസിറ്റീവ് ചാർജുള്ള അയോണും ഉണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പോസിറ്റീവ് ചാർജിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഏതാണ്, നെഗറ്റീവ് അയോണാണ്. അപ്പോൾ ഈ ഒരു ഇൻട്രാനിക് അട്രാക്ഷൻ കാരണം ഓരോ പോസിറ്റീവ് അയോൺസിൻ്റെ ചുറ്റും അതിൻ്റെ ചുറ്റും എന്തുണ്ടായിരിക്കും, നെഗറ്റീവ് അയോൺസ് ഉണ്ടായിരിക്കും. അതായത് പോസിറ്റീവ് ചാർജിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഏതാണ്, നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പോസിറ്റീവ് ചാർജിന് ചുറ്റും എന്ത് അയോൺസ് ഉണ്ടായിരിക്കുക, നെഗറ്റീവ് ചാർജുള്ള അയോൺസ് അല്ലേ ഉണ്ടാവുക. പോസിറ്റീവ് ചാർജിനെ അപേക്ഷിച്ചിട്ട് കൂടുതൽ അയോൺസ് ഏതാണ്ടായിരിക്കുക, നെഗറ്റീവ് ചാർജുള്ള അയോൺസ് ഉണ്ടാവുക. കാരണം നെഗറ്റീവ് ചാർജിനെ എന്തിനാണ് അട്രാക്റ്റ് ചെയ്യുക, പോസിറ്റീവ് ചാർജിനെയാണ്. പോസിറ്റീവ് ചാർജുള്ള അയോൺസിന് ചുറ്റും എന്തുണ്ടാവും, നെഗറ്റീവ് അയോൺസ് ആണ് ഉണ്ടാവുക. കാരണം പോസിറ്റീവ് ചാർജ് എന്തിനാണ് അട്രാക്റ്റ് ചെയ്യുക, നെഗറ്റീവ് ചാർജിനാണ് അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ ചുറ്റും പോസിറ്റീവ് ചാർജ് ഉള്ളതിനേക്കാളും കൂടുതൽ ഏതാണ്ടാവുക, നെഗറ്റീവ് ചാർജാണ് ഉണ്ടാവുക. അതുപോലെ ഇപ്പോൾ നമ്മളൊരു നെഗറ്റീവ് അയോൺ എടുക്കുക, അതായത് ഒരു ആനയോൺ എടുക്കുക, അതിന് ചുറ്റും ഏത് അയോൺസാണ് കൂടുതൽ കാണുക, പോസിറ്റീവ് ചാർജുള്ള അയോൺസാണ് നമ്മൾ കൂടുതൽ കാണുക. കാരണം പോസിറ്റീവ് ചാർജിനുള്ള അയോണിനെയാണ് അത് എന്ത് ചെയ്യുന്നത്, കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഇങ്ങനൊരു അയോണിൻ്റെ അറ്റ്മോസ്ഫിയർ നമുക്ക് കാണാൻ പറ്റും. ഓരോ ടൈപ്പ് അയോണിൻ്റെയും, അതായത് കാറ്റയോൺ ആണെങ്കിൽ അതിന് ചുറ്റും ആനയോണിൻ്റെ ഒരു അയണിക് അറ്റ്മോസ്ഫിയർ കാണാം. അതല്ല സെൻട്രൽ അയോൺ ആനയോൺ ആണെങ്കിൽ അതിന് ചുറ്റും എന്താണ്, കാറ്റയോണിൻ്റെ ഒരു അയണിക് അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സിമ്മട്രിക്കലാണ്. ഈ അയണിക് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്, സിമ്മട്രിക്കലാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാത്ത സമയത്ത് ഈ അയണിക് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, സിമ്മട്രിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് അറൗണ്ട് ദി സെൻട്രൽ അയോൺ എന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഡ്യൂ ടു ഇൻട്രാനിക് അട്രാക്ഷൻ each positive ion in solution will be surrounded on an average or more negative ions. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജിൻ്റെ ചുറ്റും എന്താണ്, നെഗറ്റീവ് അയോൺസ് ആണ് ഉണ്ടായിരിക്കുക. ആ നെഗറ്റീവ് അയോൺസ് എല്ലാതും നെഗറ്റീവ് അയോൺ ആവണമെന്നില്ല, ചില പോസിറ്റീവ് അയോൺസും കാണാം. പക്ഷേ മെജോറിറ്റി എന്തായിരിക്കും, ആവറേജ് അല്ലെങ്കിൽ അതിൽ മെജോറിറ്റി എന്തായിരിക്കും, നെഗറ്റീവ് അയോൺസ് ആണെന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? ഡ്യൂ ടു ഇൻട്രാനിക് അട്രാക്ഷൻ each positive ion in solution will be surrounded on an average or more negative ions than ions of its own kind. ഈ അയോണിനെ അപേക്ഷിച്ചിട്ട് ഇതിന് ചുറ്റും മോറും അതിന് ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺസ് ആണ് കാണാം. അതുപോലെ തന്നെ ഈച്ച് നെഗറ്റീവ് അയോൺ ഇൻ സൊല്യൂഷൻ വിൽ ബി സറൗണ്ടഡ് ബൈ an average or more positive ions than its own kind. ഇതിനെ അപേക്ഷിച്ചിട്ട് അതിന് ചുറ്റും എന്താണ്, അതിനേക്കാളും ഓപ്പോസിറ്റ്ലി ചാർജുള്ള അയോൺസ് ആണ് കാണുക. മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ നമുക്ക് മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, ഈ അയണിക് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, സിമ്മട്രിക്കലാണ്. എപ്പോൾ മാത്രം ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാത്ത സമയത്ത് ഈ അയണിക് അറ്റ്മോസ്ഫിയർ എന്താണ്, സിമ്മട്രിക്കലാണ്. ദ അയണിക് അറ്റ്മോസ്ഫിയർ റിമെയിൻ സിമ്മട്രിക്കൽ അബൌട്ട് ദ സെൻട്രൽ അയോൺ ഇൻ ദ ആബ്സെൻസ് ഓഫ് എൻ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തില്ല വെച്ചാൽ എന്താണ്, ഇത് സിമ്മട്രിക്കലാണ്. ഈ കാണിച്ച പോലെ ഇതെന്താണ്, സിമ്മട്രിക്കലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. മനസ്സിലായോ? പക്ഷേ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് വിചാരിക്കുക, അപ്പോൾ ഇതിൻ്റെ എന്ത് ചെയ്യും, സിമ്മട്രി ലോസ് ചെയ്യും. മാത്രമല്ല ഈ സെൻട്രൽ അയോൺ, ഇപ്പോൾ നമ്മളിതിക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ചാർജുള്ള അയോൺ എന്ത് ചെയ്യും, പോസിറ്റീവ് ചാർജുള്ള അയോൺ നെഗറ്റീവ് ഇലക്ട്രോഡിക്ക് മൂവ് ചെയ്യും, അതായത് കാഥോഡിക്ക് മൂവ് ചെയ്യും. എന്നാൽ നെഗറ്റീവ് ചാർജുള്ള അയോൺ എന്ത് ചെയ്യും, പോസിറ്റീവ് ചാർജുള്ള ആനോഡിക്ക് മൂവ് ചെയ്യും. അപ്പോൾ നോക്കൂ, രണ്ടിൻ്റെയും മൂവ്മെൻറ്റ് എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവും. മാത്രമല്ല ഇവിടെ എന്താണ്, സിമ്മട്രി ലോസ് ചെയ്യും. പോസിറ്റീവുള്ള അയോണ് മൂവ് ചെയ്യണതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അതിന് ചുറ്റുമുള്ള അയണിക് അറ്റ്മോസ്ഫിയർ മൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ആയാലും എന്താണ്, നെഗറ്റീവ് അയോൺ മൂവ് ചെയ്യണതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അതിന് ചുറ്റുമുള്ള എന്ത് മൂവ് ചെയ്യുക, അയണിക് അറ്റ്മോസ്ഫിയർ മൂവ് ചെയ്യുക.
മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് ചുറ്റുമുള്ള സിമ്മട്രി എന്ത് ചെയ്യും? ലൂസ് ചെയ്യും. അപ്പോൾ സപ്പോസ് നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തേക്ക്, അതായത് ഇങ്ങനെ യൂണിഫോംലി സിമ്മട്രിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു അയണിക് അറ്റ്മോസ്ഫിയറിക്ക് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് വിചാരിക്കുക. നിങ്ങൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ സിമ്മട്രി ലൂസ് ആവും. ഈ പോസിറ്റീവ് ചാർജ് അയോൺ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പം ഈ അയണിക് അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഇതിന് സിമ്മട്രി ലൂസ് ചെയ്തിട്ട് ഒരു പുതിയ ഒരു കണ്ടീഷൻ ആ സൊല്യൂഷനിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. പോസിറ്റീവ് ചാർജ് അയോൺ സിമ്മട്രി ലൂസ് ചെയ്തിട്ട് എന്താവും? കൂടുതൽ നെഗറ്റീവ് അയോൺസ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവില്ലേ? ഇതിൻ്റെ മുന്നിലുള്ളതിനേക്കാളും അതിൻ്റെ പോസിറ്റീവ് ചാർജിൻ്റെ അതേ ഡയറക്ഷനിലുള്ള നെഗറ്റീവ് ചാർജിനേക്കാളും കൂടുതൽ നെഗറ്റീവ് ചാർജ് എവിടെ കാണാം? പോസിറ്റീവ് ചാർജിൻ്റെ പുറകിലാണ് കാണുക. അപ്പോൾ നിങ്ങൾ നോക്കി, നമ്മൾ ഇങ്ങനെ ഇതൊരു ഇലക്ട്രിക് ഫീൽഡ് ഇതെന്താവും? ഇതിൻ്റെ സിമ്മട്രി നഷ്ടപ്പെടും. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ സിമ്മട്രി നഷ്ടപ്പെടും. മാത്രമല്ല പോസിറ്റീവ് ചാർജ് പോണതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ആര് മൂവ് ചെയ്യും? നമ്മുടെ അയണിക് അറ്റ്മോസ്ഫിയർ മൂവ് ചെയ്യും. ഇനി ഒരു പോസിബിലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അടുത്തൊരു സമയത്ത് നടക്കാനുള്ള സാധ്യത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പോസിറ്റീവ് ചാർജ് അയോൺ മൂവ് ചെയ്യുമ്പം ഇതിന് ഇതുപോലെ ഒരു എന്ത് ഫോം ചെയ്യാനുള്ള സാധ്യത പിന്നെയുണ്ട്? ഒരു അയണിക് അറ്റ്മോസ്ഫിയർ വീണ്ടും ഫോം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തിനുള്ള സാധ്യത ഉണ്ട്? അല്ലെങ്കിൽ എന്ത് ഫോം ചെയ്യും? ഇതുപോലെ വീണ്ടും ഒരു അയണിക് അറ്റ്മോസ്ഫിയർ ഫോം ചെയ്യും. പക്ഷെ അതിന് സമയമെടുക്കും. ആ ഒരു ഗ്യാപ്പില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേം നിങ്ങൾ മറന്നു പോയത്. റിലാക്സേഷൻ ടൈം. ഇപ്പോൾ റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ ദ സെൻട്രൽ അയോൺ ടു റീബിൽഡ് എ ന്യൂ സിമ്മട്രിക്കൽ അറ്റ്മോസ്ഫിയർ ഇറ്റ് ടേക്സ് ടൈം. ഡ്യൂറിങ് ദിസ് ടൈം ലാഗ് ഈസ് കാൾഡ് റിലാക്സേഷൻ ടൈം. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പം, വെൻ വി അപ്ലൈ എൻ ഇലക്ട്രിക് ഫീൽഡ്, ദ സിമ്മട്രി ഓഫ് അയണിക് അറ്റ്മോസ്ഫിയർ ലോസ്റ്റ് ആൻഡ് ദ സെൻട്രൽ അയോൺ മൂവ് one direction and the ionic atmosphere move to the opposite direction. In order to build a new symmetrical atmosphere for the central ion, it takes time. During this time lag called relaxation time. ആ ഒരു ടൈം പീരീഡ് ഇല്ലേ, ഒരു ലാഗ് ഇല്ലേ, ഒരു അയണിക് അറ്റ്മോസ്ഫിയർ ലൂസായിട്ട് വേറൊരു അയണിക് അറ്റ്മോസ്ഫിയർ ഫോം ചെയ്യാൻ എടുക്കുന്ന ഇൻ ബിറ്റ്വീൻ ദ ടൈം ഇല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ ഈ റിലാക്സേഷൻ ടൈമിൻ്റെ ഉള്ളിൽ ഒരു പുതിയ അയണിക് അറ്റ്മോസ്ഫിയർ ഫോം ചെയ്യാൻ അതിൻ്റെ തൊട്ട് മുന്നേ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ്? ഈ പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്നതിൻ്റെ പുറകിലായിട്ട് എന്തുണ്ട്? ഇപ്പോൾ ഈ അയണിക് അറ്റ്മോസ്ഫിയർ ലൂസ് ചെയ്യുമ്പോൾ കൂടുതൽ നെഗറ്റീവ് ചാർജ് ഇല്ലേ, ഈ നെഗറ്റീവ് ചാർജ് ഈ പോസിറ്റീവ് ചാർജിനെ മുന്നോട്ട് പോകാണ്ട് എന്ത് ചെയ്യും? അതിങ്ങനെ വലിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഈ അയണിക് അറ്റ്മോസ്ഫിയർ ലൂസ് ചെയ്യുമ്പം അയോൺസ് മൊബൈൽ ചെയ്യാൻ തുടങ്ങുമ്പം സെൻട്രൽ അയോണിനെ അതിൻ്റെ പുറകിലുള്ള ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺസ് എന്ത് ചെയ്യും? പുൾ ബാക്ക് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ചാർജ് സെൻട്രൽ അയോണിൻ്റെ മൊബിലിറ്റിയുടെ നിരക്ക് എന്ത് ചെയ്യും? കുറയും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലാക്സേഷൻ ഇഫക്റ്റ് അല്ലെങ്കിൽ ഒരു അസിമെട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് അയണിക് അറ്റ്മോസ്ഫിയറിൻ്റെ സിമ്മട്രി ലൂസ് ചെയ്തത് മൂലം ഉണ്ടാവുന്ന അട്രാക്ഷൻ, സെൻട്രൽ അയോണിന് ഫീൽ ചെയ്യുന്ന അട്രാക്ഷൻ, അത് ആ അട്രാക്ഷൻ്റെ ഫലമായിട്ട് എന്താണ്? അവിടെ സെൻട്രൽ അയോണിൻ്റെ മൂവ്മെൻറ്റിൻ്റെ നിരക്ക് അല്ലെങ്കിൽ മൂവ്മെൻറ്റിൻ്റെ വേഗത കുറയും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്? അസിമെട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിനെ റിലാക്സേഷൻ ഇഫക്റ്റ് എന്നും പറയും. കാരണം എന്താണ്? നമ്മളൊരു പുതിയ അയണിക് അറ്റ്മോസ്ഫിയർ ഉണ്ടാകാനുള്ള സമയത്ത് റിലാക്സേഷൻ ടൈം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ഫിനോമിനാണിത്. അപ്പോൾ അത് മുന്നോട്ട് പോകുമ്പം പുതിയൊരു അയണിക് അറ്റ്മോസ്ഫിയർ ഫോം ചെയ്യാത്തതുകൊണ്ട് എന്ത് ചെയ്യും? പുറകിലുള്ള അയോൺസ് എന്ത് ചെയ്യും? ഇതിനെ പിടിച്ച് വലിക്കും. അപ്പോൾ അതിൻ്റെ വേഗത കുറയും സെൻട്രൽ അയോണിൻ്റെ. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്തെന്ന് പറയും? റിലാക്സേഷൻ ഇഫക്റ്റ് എന്നും പറയും. മനസ്സിലായോ? അപ്പം എന്താണ് നമുക്ക് ഈ ഒരു റിട്ടാർഡിങ് ഫോഴ്സിനെ, അല്ലെങ്കിൽ റിട്ടാർഡിങ് ഇൻഫ്ലുവൻസ് ഓൺ ദ സ്പീഡ് ഓഫ് ദി അയോൺ ഈസ് കാൾഡ് റിലാക്സേഷൻ ഇഫക്റ്റ് ഓർ അസിമെട്രിക് ഇഫക്റ്റ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും എക്സ്പ്ലെയിൻ ദ റിലാക്സേഷൻ ഇഫക്റ്റ് ഓർ അസിമെട്രിക് ഇഫക്റ്റ് എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു സെൻട്രൽ അയോണിന് ചുറ്റും ഒരു അയണിക് അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. അയണിക് അറ്റ്മോസ്ഫിയറിൻ്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് ഈസ് ഓപ്പോസിറ്റ്ലി ചാർജ് ടു ദ സെൻട്രൽ അയോൺ. up to or we can say the ionic atmosphere remains symmetrical about the central ion
ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യണ വരെ അതെന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, അയോണിക് അറ്റ്മോസ്ഫിയർ സിമ്മട്രിക്കലാണ്. പക്ഷേ നമ്മൾ വെൻ വി അപ്ലൈഡ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ദ സിമ്മട്രി ഈസ് ലോസ്റ്റ് ആൻഡ് ദ സെൻട്രൽ അയോൺ മൂവ് വൺ ഡയറക്ഷൻ ആൻഡ് ദ and surrounding ionic atmosphere move in the opposite direction. മനസ്സിലായോ? This will cause an attraction of the central ion from the behind due to the presence of excess opposite charged ions behind in the central ion. This causes the retardation or decreases in the speed of the mobility of the ion. It will decreases the mobility of the ions. This retardation effect is known as relaxation effect or asymmetric effect. Why this is called as retardation effect? There take a particular time to develop a new ionic atmosphere after losing this ionic atmosphere of the central ion. This time period or time lag is called relaxation time. Between this period only this happens, hence this is known as relaxation effect. മനസ്സിലായോ? അയോണിക് അറ്റ്മോസ്ഫിയറിൻ്റെ അസിമെട്രി മൂലമാണ് ഈ ഇഫക്റ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയും, അസിമെട്രിക് എഫക്റ്റ് എന്നും പറയും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് എന്ത്, അയോണിക് അട്രാക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ. അല്ലെങ്കിൽ ഈ ഒരു എഫക്റ്റ് കൂടും കുറയും ചെയ്യുന്നതോറും, ഈ അസിമെട്രിക് എഫക്റ്റ് കൂടും കുറയും ചെയ്യുന്നതോറും എന്താണ്, അയോണിൻ്റെ മൊബിലിറ്റിയിൽ വ്യത്യാസം വരും. ഈ ഇഫക്റ്റ് പ്രൊനൗൺസ്ഡ് ആകുമ്പം അയോൺസിൻ്റെ മൊബിലിറ്റി എന്ത് ചെയ്യും, കുറയും. ഈ എഫക്റ്റ് കുറയുമ്പോൾ എന്താണ്, അയോണിൻ്റെ മൊബിലിറ്റിയുടെ റേറ്റ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ അയോണിൻ്റെ മൊബിലിറ്റി, അയോണിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും, കൂടും. മനസ്സിലായോ? ഇതാണ് റിലാക്സേഷൻ ഇഫക്റ്റ് അല്ലെങ്കിൽ അസിമെട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും, സാധ്യത ഉണ്ട്. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ഒരു ഇഫക്റ്റ് നമ്മൾ എന്താ പറയുന്നത്, ഇലക്ട്രോഫോററ്റിക് എഫക്റ്റ് ആണ്. എന്താണ്? ഇലക്ട്രോഫോററ്റിക് എഫക്റ്റ്. ഇത് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ പറഞ്ഞ സംഭവം തന്നെ. ഇവിടെ നിങ്ങൾ നോക്കി നോക്കൂ, ഈ അയോണിക് അറ്റ്മോസ്ഫിയറുമായി ബന്ധപ്പെട്ട് എന്തുണ്ട്, നെഗറ്റീവ് ചാർജുള്ള അയോൺസ് മാത്രമല്ല ഉണ്ടാവുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ്ലി ചാർജുള്ള അയോൺസ് മാത്രമല്ല ഉണ്ടാവുക സെൻട്രൽ അയോണിനെ അപേക്ഷിച്ചിട്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തുണ്ടായിരിക്കും, സോൾവെൻറ്റ് മോളിക്യൂളുകൾ കൂടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോൾവെൻറ്റ് മോളിക്യൂളുകളുണ്ട്, ഇല്ലേ? അപ്പോൾ ഈ അയോണിക് അറ്റ്മോസ്ഫിയറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സോൾവെൻറ്റ് മോളിക്യൂളും കൂടി ഏതിനൊപ്പം മൂവ് ചെയ്യും, നമ്മുടെ ചുറ്റുമുള്ള അയോണിക് അറ്റ്മോസ്ഫിയറിലുള്ള അയോൺസിൻ്റെ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പോൾ എന്താണ്, അതൊരു അഡീഷണൽ ഫാക്ടറായിട്ട് വരും. എന്തിൻ്റെ മൂവ്മെൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന, നമ്മുടെ സെൻട്രൽ അയോണിൻ്റെ മൂവ്മെൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു അഡീഷണൽ ഫാക്ടറായിട്ട് കൂടി വരും. എന്തിൻ്റെ മൂവ്മെൻറ്റ്? ദ സോൾവെൻറ്റ് മോളിക്യൂൾ അസോസിയേറ്റഡ് വിത്ത് ദി അയോണിക് അറ്റ്മോസ്ഫിയർ വിച്ച് വിൽ ആൾസോ മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി സെൻട്രൽ അയോൺ. എന്തുകൊണ്ടാണ്? സിൻസ് ദിസ് സോൾവെൻറ്റ് മോളിക്യൂൾ ഈസ് അറ്റാച്ച്ഡ് ഓർ അസോസിയേറ്റഡ് വിത്ത് ദി അയോണിക് അറ്റ്മോസ്ഫിയർ. അപ്പോൾ ആ അയോണിക് അറ്റ്മോസ്ഫിയർ എങ്ങോട്ട് മൂവ് ചെയ്യുന്നോ അതേ ഡയറക്ഷനിലായിരിക്കും നമ്മുടെ സോൾവെൻറ്റ് മോളിക്യൂൾ എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. അപ്പോൾ അയോണിക് അറ്റ്മോസ്ഫിയറിന് പുറമെ ഈ സോൾവെൻറ്റും എന്ത് ചെയ്യും, സോൾവെൻറ്റ് മോളിക്യൂളും നമ്മുടെ സെൻട്രൽ അയോണിന് ഓപ്പോസിറ്റായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ അതെന്താണ്, അതൊരു അഡീഷണൽ ഫാക്ടറാണ്. എന്തിൻ്റെ മൂവ്മെൻറ്റിനെ കുറയ്ക്കുന്ന, അയോണിൻ്റെ മൊബിലിറ്റിയെ കുറയ്ക്കുന്നത്. ഈ അഡീഷണൽ റിട്ടാർഡേഷൻ ഫോഴ്സിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിൻ്റെ സെൻട്രൽ അയോണിൻ്റെ മൂവ്മെൻറ്റ് റേറ്റ് കുറയ്ക്കുന്ന അല്ലെങ്കിൽ മൊബിലിറ്റി കുറയ്ക്കുന്ന ഫാക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഫിനോമിനെയാണ് എന്ത് പറയുന്നത്, ഇലക്ട്രോഫോററ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഇലക്ട്രോഫോററ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത്? അപ്പോൾ എന്താണ് ഇലക്ട്രോഫോററ്റിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the applied potential causes the ionic atmosphere around the central ion to move in a direction opposite to that of the central ion. അത് നമുക്കറിയാവുന്ന, നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. As a result, the solvent molecules associated with ionic atmosphere also forced to move in a direction opposite to that of the central ion. അതും നമ്മളിപ്പോൾ പറഞ്ഞു. Hence, the motion of the central ion being against the stream is further retarded. അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. Hence, the motion of the central ion being against the stream
ആൾറെഡി അതെന്താണ് അയണിക് അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള ആ സ്ട്രീമിൻ്റെ ഒഴുക്കിനെതിരെയാണ് നമ്മുടെ പോസിറ്റീവ് അയോൺ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ സോൾവൻ്റ് അയോണും കൂടി വന്നു, അതും ഇതിനെതിരായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതും എന്തിനെ പുറകോട്ട് അല്ലെങ്കിൽ ഇത് ഏതിൻ്റെ മൂവ്മെൻറ്റിനെ മൊബിലിറ്റി റിട്ടാർഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്? നമ്മുടെ സെൻട്രൽ അയോണിൻ്റെ മൂവ്മെൻറ്റിനെ റിട്ടാർഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ദിസ് അഡീഷണൽ റിട്ടാർഡിങ് ഇൻഫ്ലുവൻസ് ഓൺ ദി മോഷൻ ഓഫ് ദി സെൻട്രൽ അയോൺ ഈസ് കാൾഡ് ഇലക്ട്രോഫോററ്റിക് എഫക്റ്റ്. അപ്പോൾ ആക്ച്വലി ഇലക്ട്രോഫോററ്റിക് എഫക്റ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? സോൾവൻ്റ് മോളിക്യൂള് നമ്മുടെ അയോണിക് അറ്റ്മോസ്ഫിയറിലുള്ള അയോണുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ സോൾവൻ്റ് മോളിക്യൂളും ഈ സെൻട്രൽ അയോണിന് ഓപ്പോസിറ്റായിട്ടാണ് മൂവ് ചെയ്യുക. അപ്പോൾ അത് എന്തിൻ്റെ മൂവ്മെൻറ്റിനെ റിട്ടാർഡ് ചെയ്യും? നമ്മുടെ സെൻട്രൽ അയോണിൻ്റെ മൂവ്മെൻറ്റിനെ റിട്ടാർഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു എഫക്റ്റിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്? റിലാക്സേഷൻ എഫക്റ്റിന് പുറമേ ആയിട്ട് കാണുന്ന ദ അഡീഷണൽ റിട്ടാർഡിങ് എഫക്റ്റ് ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഓഫ് ദി സെൻട്രൽ അയോൺ due to the movement of solvent molecule associated with the ionic atmosphere in the opposite direction of the central ion will retard the mobility of the central ion. This retarding effect is called electrophoretic effect. ഇപ്പോൾ സോൾവൻ്റ് മോളിക്യൂളോട് വഴി ഉണ്ടാകുന്ന റിട്ടാർഡിങ് എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോഫോററ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഈ രണ്ട് ഫാക്ടറാണ് എന്തിനാ ഡിസൈഡ് ചെയ്യുന്നത്? ഓപ്പോസിറ്റ്ലി ചാർജുള്ള ഇൻട്രാ ആനിക് അട്രാക്ഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈ ഫാക്ടേഴ്സ് കൂടും കുറയും ചെയ്യുന്നതോറും എന്താണ്? ഇൻട്രാ ആനിക് അട്രാക്ഷനിൽ വ്യത്യാസം വരും. അതുമൂലം അയോൺസിൻ്റെ മൊബിലിറ്റിയിൽ വ്യത്യാസം വരും. അപ്പം നമുക്ക് പറയാം അയോൺസിൻ്റെ മൊബിലിറ്റിയിൽ വ്യത്യാസം വരുമ്പോൾ അവയുടെ മോളാർ കണ്ടക്റ്റൻസിൽ എന്ത് വരും? വ്യത്യാസം വരും എന്ന് പറയാം. അപ്പോൾ നമ്മളൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് ഫാക്ടറും അവിടെ എന്താണ്? പ്രൊനൗൺസ്ഡ് ആണ്. ഇൻ ദ കേസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ തന്നെയാണ് നമ്മൾ ഈ തിയറി പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം നമുക്ക്. ഇൻ ദ കേസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഇൻ ദ കേസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഇൻ ദ കേസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് ഫാക്ടറും, അതായത് റിലാക്സേഷൻ ഇഫക്റ്റ് ആൻഡ് ഇലക്ട്രോഫോററ്റിക് എഫക്റ്റ് ബോത്ത് ആർ പ്രൊനൗൺസ്ഡ്. അത് രണ്ടും എന്താണ്? പ്രൊനൗൺസ്ഡ് ആണ്, കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ട്. മനസ്സിലായോ? എന്നാലും നമ്മൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കും തോറും എന്താണ്? ഈ രണ്ട് എഫക്റ്റും വീക്കൻ ചെയ്യും. എന്താണ്? ഈ രണ്ട് എഫക്റ്റും, റിലാക്സേഷൻ ഇഫക്റ്റും ഇലക്ട്രോഫോററ്റിക് എഫക്റ്റും എന്ത് ചെയ്യും? വീക്കൻ ചെയ്യും. അതുമൂലം എന്ത് ചെയ്യും? അവയുടെ മൊബിലിറ്റിൻ്റെ റേറ്റ് കൂടും, അല്ലെങ്കിൽ മൊബിലിറ്റി ഓഫ് ദി അയോൺസ് ഇൻക്രീസ് ചെയ്യും. മൊബിലിറ്റി കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്? മോളാർ കണ്ടക്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് ഡൈലൂട്ട് സൊല്യൂഷൻ്റെ കേസിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ഡൈലൂട്ട് സൊല്യൂഷൻ എടുക്കുമ്പം അവിടെ പതുക്കെ ഉള്ള എന്താണ്? ഒരു ഇൻക്രീസ് കാണാം. എന്തുകൊണ്ടാണ്? ഇൻ ദ കേസ് ഓഫ് ഡൈലൂട്ട് സൊല്യൂഷൻ ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഓർ ആസ് ഡൈലൂഷൻ ഇൻക്രീസസ് ബോത്ത് ദ റിലാക്സേഷൻ ഇഫക്റ്റ് ആൻഡ് ഇലക്ട്രോഫോററ്റിക് എഫക്റ്റ് വീക്കൻസ് സ്റ്റഡിലി. പെട്ടെന്ന് എന്ത് ചെയ്യില്ല? അവ ഡിക്രീസ് ചെയ്യില്ല. ഒരു സ്ലോ റേറ്റിൽ എന്ത് ചെയ്യും? അവ ഡിക്രീസ് ചെയ്യും. അതേ റേറ്റിൽ തന്നെ എന്ത് കൂടും? മോളാർ കണ്ടക്റ്റൻസും കൂടും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ദ ഗ്രേറ്റർ ദ കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ ദ ഗ്രേറ്റർ വിൽ ബി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇലക്ട്രോഫോററ്റിക് എഫക്റ്റ് ആൻഡ് റിലാക്സേഷൻ ഇഫക്റ്റ് and hence the lower will be the mobility of the ions. Consequently, or in the opposite, or in the if we dilute the solution, what happens? With the increasing dilution, correspondingly there occur a weakening of the intranic forces, because these two retarding effects are gradually weakened during dilution, causing a gradual increases in the mobility of the ions. അപ്പോൾ എന്താണ്? ഗ്രാജുവലി ഈ രണ്ട് എഫക്റ്റും വീക്കൻ ചെയ്യും, ഡൈലൂഷൻ കൂട്ടും തോറും അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറയ്ക്കും തോറും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു പെട്ടെന്നൊരു ഇൻക്രീസ് കാണേണ്ട, ഒരു സ്റ്റഡി ആയിട്ട്. അതും എന്താണ്? ഗ്രാജുവലി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഡൈലൂഷൻ കൂടുമ്പോൾ മോളാർ കണ്ടക്റ്റൻസ് കൂടുന്നുള്ളൂ. കാരണം എന്താണ്? ഈ രണ്ട് എഫക്റ്റും ഗ്രാജുവലി മാത്രമേ വീക്കൻ ചെയ്യുന്നുള്ളൂ ഡൈലൂഷൻ കൂട്ടുമ്പോൾ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ. അതുകൊണ്ടാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എടുക്കുമ്പോൾ മോളാർ കണ്ടക്റ്റൻസ് കൂടുന്നത് എങ്ങനെയാണ്?
ഒരു ഗ്രാജ്വലി ഒരു സ്റ്റഡി സ്റ്റേറ്റിലാണ്, പെട്ടെന്ന് ഇങ്ങോട്ട് കൂടുന്നില്ല. അത് എന്തുകൊണ്ടാണ്? അതിന് കാരണമായിട്ടുള്ള അതിന് കാരണമായിട്ടുള്ള എന്താണ്? അയോൺസിൻ്റെ മൂവ്മെൻ്റ് ആണ്. അയോൺസിൻ്റെ മൂവ്മെൻറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്? ഇൻട്രാനിക് അട്രാക്ഷൻ ആണ്. ഇൻട്രാനിക് അട്രാക്ഷൻ ഡിസൈഡ് ചെയ്യുന്ന 2 ഫാക്ടർ ഏതാണ്? റിലാക്സേഷൻ എഫക്റ്റും ഇലക്ട്രോഫോർട്ടിക് എഫക്റ്റാണ്. ഈ 2 എഫക്റ്റും എങ്ങനെയാണ്? വളരെ ഗ്രാജ്വലി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? വീക്കൻ ചെയ്യുന്നുള്ളൂ. എന്ത് ചെയ്യുമ്പം? ഡൈലൂഷൻ കൂട്ടുമ്പോൾ. അതുകൊണ്ടാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ ഒരു സഡൻ ഇൻക്രീസ് കാണാണ്ട് ഒരു സ്റ്റഡി ആയിട്ട് ഒരു ഗ്രാജ്വൽ ഇൻക്രീസ് മാത്രം മോളാർ കണ്ടക്ടൻസിൻ്റെ ഇൻക്രീസ് കാണാൻ സാധിക്കുന്നത് ഡൈലൂഷൻ കൂട്ടുമ്പം. മനസ്സിലായോ? അപ്പോൾ ഇതാണ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എടുക്കുമ്പോഴും ഡൈലൂട്ടഡ് സൊല്യൂഷൻ എടുക്കുമ്പോഴും സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ മോളാർ കണ്ടക്ടൻസിൽ വരുന്ന ഇൻക്രീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ട് ഫിനോമിനൻസ്. മനസ്സിലായോ? അപ്പം ഇനി നോക്കൂ, ഇതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ പോയിന്റിൽ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺ ഡിറ്റർമിൻസ് ദ മൊബിലിറ്റി ഓഫ് ദി അയോൺസ്. അത് നമ്മൾ പറയും. അത് കഴിഞ്ഞിട്ട് പറയും ദ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്ന വേറെ 2 ഘടകങ്ങളാണ് ഇത്. അട്രാക്റ്റീവ് ഫോഴ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്ന 2 കാര്യങ്ങളാണ് ഇത്. റിലാക്സേഷൻ ഇഫക്റ്റും ഇലക്ട്രോഫോർട്ടിക് എഫക്റ്റും. മനസ്സിലായോ? എന്താണ് മൂന്നാമത്തെ പോയിന്റ്? ദ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ അയോൺസ് ഓഫ് ഓപ്പോസിറ്റ് ചാർജസ് ഡിറ്റർമിൻ ദ മൊബിലിറ്റി ഓഫ് ദി അയോൺസ് ഇൻ ദ സൊല്യൂഷൻ. ഹൗ ദിസ് ഇൻട്രാനിക് അട്രാക്ഷൻ എഫക്ട് ദ മൊബിലിറ്റി ഓഫ് ദി അയോൺസ് ഇൻ സൊല്യൂഷൻ can be considered in terms of 2 effects called relaxation effect and electrophoretic effect. അതിൽ നമ്മൾ 2 എഫക്റ്റും പറഞ്ഞു. റിലാക്സേഷൻ ഇഫക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അയണിക് അറ്റ്മോസ്ഫിയറിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റ് പോലെ ഉണ്ടാവുന്നതും, ഇലക്ട്രോഫോർട്ടിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അയണിക് അറ്റ്മോസ്ഫിയറായി ബന്ധപ്പെട്ട സോൾവെൻറ്റ് മോളിക്യൂളും അതിൻ്റെ കൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. എന്തിനെ അപേക്ഷിച്ചിട്ട്? സെൻട്രൽ അയോണിനെ അപേക്ഷിച്ചിട്ട്. ഈ 2 എഫക്റ്റും എന്ത് ചെയ്യും? ഇതിൻ്റെ വേഗതയെ കുറയ്ക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 2 എഫക്റ്റും കൂടും കോണനുസരിച്ചിട്ടും അയോണിൻ്റെ മൊബിലിറ്റിയിൽ വ്യത്യാസം വരും. ഹെൻസ് മോളാർ കണ്ടക്ടൻസിൽ എന്ത് വരും? വ്യത്യാസം വരും. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടി സെൻറ്റൻസിൽ പറയുന്നതാണ്. എന്താണ്? ദ സ്ലോ ആൻഡ് സ്റ്റഡി ഇൻക്രീസ് ഇൻ ദ മോളാർ കണ്ടക്ടൻസ് ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഓൺ ഡൈലൂഷൻ ഈസ് ഡ്യൂ ടു ആൻ ഇൻക്രീസ് ഇൻ ദ മൊബിലിറ്റി ഓഫ് ദി അയോൺസ് consequent to gradual weakening of the intranic forces. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഗ്രാജുവലായിട്ട് ഇൻട്രാനിക് ഫോഴ്സസ് വീക്കൻ ചെയ്യുന്നതുകൊണ്ടാണ് എന്താണ് അവിടെ ഗ്രാജുവലായിട്ടുള്ളൊരു ഇൻക്രീസ് മാത്രമേ നമുക്ക് മോളാർ കണ്ടക്ടൻസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ ഡൈലൂഷൻ കൂട്ടുമ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ വീക്കൻ ചെയ്യുന്നത് എന്താണ്? ഗ്രാജുവലി മാത്രമാണ്. മനസ്സിലായില്ലേ? ഇൻട്രാനിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്? ഇൻട്രാനിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്കൻ ചെയ്യുന്നത് ഗ്രാജുവലി ആണ്. ഇൻട്രാനിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഗ്രാജുവലി വീക്കൻ ചെയ്യാൻ കാരണം അതിന് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഈ 2 ഫാക്ടറും റിലാക്സേഷൻ ഇഫക്റ്റും ഇലക്ട്രോഫോർട്ടിക് എഫക്റ്റും ഗ്രാജുവലി മാത്രമേ വീക്കൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ അതാണ് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ്? ദ സ്ലോ ആൻഡ് സ്റ്റഡി ഇൻക്രീസ് ഇൻ ദ മോളാർ കണ്ടക്ടൻസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഓൺ ഡൈലൂഷൻ ഈസ് ഡ്യൂ ടു an increase in the mobility of the ions consequent to a gradual weakening of the intranic forces. Slow and steady increases of molar conductance എന്തുകൊണ്ടാണ്? അതാണ് പറയുന്നത്. molar conductance is due to increase in the mobility of the ions. Increase in the mobility of the ions. ഇനി അത് എന്തുകൊണ്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഇൻക്രീസ് ഇൻ ദ മൊബിലിറ്റി ഓഫ് ദി അയോൺസ് എന്തിൻ്റെ റിസൾട്ടാണ്? കോൺസിക്വൻറ്റ് ടു എന്തിൻ്റെ ഫലമായിട്ടാണ്? കോൺസിക്വൻറ്റ് ടു എ ഗ്രാജുവൽ വീക്കനിങ് ഓഫ് ദി ഇൻട്രാനിക് ഫോഴ്സ്. വീക്കനിങ് ഓഫ് ദി ഇൻട്രായോണിക് ഫോഴ്സ്. ഇൻട്രാനിക് ഫോഴ്സിന് കാരണമായിട്ടുള്ള എഫക്റ്റുകൾ നമ്മൾ പറഞ്ഞു. മനസ്സിലായില്ലേ? പക്ഷെ അത് ഇവിടെ പറയുന്നില്ല. ജസ്റ്റ് ഇൻട്രാനിക് ഫോഴ്സ് ആണ് നമ്മൾ അവിടെ നിർത്തുക. മനസ്സിലായോ? അതാണ് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഇൻട്രാനിക് ഫോഴ്സിനെ എഫക്റ്റ് ചെയ്യുന്ന വേറെയും ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. സോൾവൻ്റെ നാച്ചറും അത് ഏത് ഇലക്ട്രോലൈറ്റ് ഏതിലാണോ ഡിസോൾവ് ചെയ്യുന്നത് ആ മീഡിയത്തിൻ്റെ നാച്ചർ ഈ മൊബിലിറ്റിയെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്. അതാണ് 5ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. ദ മൊബിലിറ്റി ഓഫ് ദി അയോൺസ് ആൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഫ്രിക്ഷണൽ ഫോഴ്സ്. എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഓഫേർഡ് ബൈ ദി വിസ്കോസിറ്റി ഓഫ് ദി മീഡിയം ആൻഡ് ഇറ്റ്സ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആൻഡ് ആൾസോ ഓൺ ടെമ്പറേച്ചർ. ഈ അയോണിൻ്റെ മൊബിലിറ്റി എന്ന് പറയുന്നത് എന്തിനും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഓഫേർഡ് ബൈ ദി മീഡിയം അല്ലെങ്കിൽ ഓഫേർഡ് ബൈ ദി സോൾവെൻറ്റ്. ആ സോൾവെൻറ്റ് ഓഫർ ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയും കൂടിയും ഈ അയോൺസിൻ്റെ മൊബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്കറിയാം. ഫ്രിക്ഷണൽ ഫോഴ്സ് ഓഫേർഡ് ബൈ ദി വിസ്കോസിറ്റി ഓഫ് ദി മീഡിയ. അതാണ് വിസ്കോസിറ്റി കൂടും തോറും കുറയും തോറും എന്താണ് അതിൽ ഫ്രിക്ഷണൽ ഫോഴ്സിൽ വ്യത്യാസം വരും. മാത്രമല്ല അതിൻ്റെ ആ സോൾവെൻ്റ് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റിനെയും പിന്നെ ടെമ്പറേച്ചർ ഓഫ് ദി സിസ്റ്റത്തെയും ഒക്കെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ അയോൺസിൻ്റെ മൊബിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ദ മൊബിലിറ്റി ഓഫ് ദി അയോൺസ് ദ മൊബിലിറ്റി ഓഫ് ദി ions also depends upon the frictional force offered by the medium അപ്പോൾ ആ മീഡിയത്തിൻ്റെ എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും അയോൺസിൻ്റെ മൊബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ എന്താണ്? ഓഫേർഡ് ബൈ ദി മീഡിയം വിച്ച് ആൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി വിസ്കോസിറ്റി ഓഫ് ദി മീഡിയം ഡിപ്പെൻഡ്സ് അപ്പോൺ ദി വിസ്കോസിറ്റി ഓഫ് ദി മീഡിയം ആൻഡ് മാത്രമല്ല ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആൻഡ് ടെമ്പറേച്ചർ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും അതിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു മീഡിയത്തിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിസ്കോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. വിസ്കോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകളാണ് ഏതൊക്കെ? അതിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റും പിന്നെ ടെമ്പറേച്ചറും. അപ്പം ഇതും ഏതിനെ ഡിസൈഡ് ചെയ്യും? ആ സൊല്യൂഷനിലുള്ള അയോൺസിൻ്റെ മൊബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. ഏതൊക്കെയാണ്? ദ മൊബിലിറ്റി ഓഫ് അയോൺസ് ആൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഫ്രിക്ഷണൽ ഫോഴ്സ് വിച്ച് ഈസ് ഓഫേർഡ് ബൈ ദി വിസ്കോസിറ്റി ഓഫ് ദി മീഡിയം. വിസ്കോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് മാറുന്നത്. മനസ്സിലായില്ലേ? ഇനി അത് മാത്രമല്ല, വിസ്കോസിറ്റിയെ മാത്രമല്ല, വിച്ച് ആൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദി സോൾവെൻറ്റ് ആൻഡ് ടെമ്പറേച്ചർ. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? വിസ്കോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. അതിനെ മാത്രമല്ല എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യും, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പാരാമീറ്റേഴ്സ് ഒക്കെ വ്യത്യാസം വരുമ്പം അയോൺസിൻ്റെ മൊബിലിറ്റിക്ക് വ്യത്യാസം വരാം. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് ഡിബേ-ഹക്കൽ തിയറി ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് പറയുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ 5 പോയിന്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്.